The Real FM 103.6. ശ്രദ്ധ. സംസ്ഥാനത്തെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഗോഡൌണുകളിൽ നിന്നും അരിയടക്കമുള്ള ഭക്ഷ്യധാന്യങ്ങൾ റേഷൻ കടകളിൽ എത്തിക്കുന്ന കരാറുകാർ ഈ മാസം 1 മുതൽ ആരംഭിച്ച സമരത്തെ തുടർന്ന് റേഷൻ കടകളിൽ ഭക്ഷ്യസാധനങ്ങൾ കിട്ടാത്ത അവസ്ഥ സംജാതമായിരിക്കുകയാണ്. ഭക്ഷ്യധാന്യങ്ങൾ റേഷൻ കടകളിൽ എത്തിക്കാൻ സപ്ലൈകോയുമായി കരാറിലേർപ്പെട്ടിരിക്കുന്നവർക്ക് കരാർ പ്രകാരമുള്ള തുക 3 മാസത്തിലേറെ കുടിശ്ശിക ആയതിനാലാണ് അവർ വിതരണം നിർത്തിവച്ചത്. റേഷൻ കടകളെ മാത്രം ആശ്രയിക്കുന്ന ആയിരക്കണക്കിന് സാധാരണക്കാരെയാണ് ഈ പ്രശ്നം ദോഷകരമായി ബാധിക്കുന്നത്. ഇത് പൊതുവിപണിയിൽ അരിയുടെ വിലവർദ്ധനവിനും ഇടയാക്കിയേക്കാം. ഈ വിഷയത്തിൽ ഇന്നത്തെ ശ്രദ്ധയിൽ ആദ്യം സംസാരിക്കുന്നു സമരരംഗത്തുള്ള കേരള ട്രാൻസ്പോർട്ടിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ NFSA സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫഹദ് ബിൻ ഇസ്മായിൽ. കേരളത്തിലെ FCI ഗോഡൌണുകളിൽ നിന്നും CMR മട്ട അരി മില്ലുകളിൽ നിന്നും ഭക്ഷ്യധാന്യം ഓരോ താലൂക്കിലെ NFSA ഗോഡൌണിൽ എത്തിച്ച് അവിടെ നിന്നും റേഷൻ കടകളിലോട്ട് വിതരണം നടത്തുന്ന ട്രാൻസ്പോർട്ടിംഗ് കോൺട്രാക്ടാണ്. സപ്ലൈകോ ആയിട്ടാണ് ഞങ്ങൾ കോൺട്രാക്ട് സൈൻ ചെയ്തിരിക്കുന്നത്. എല്ലാ മാസവും കൃത്യമായി ബില്ലുകൾ സമർപ്പിച്ച് സപ്ലൈകോ കൃത്യമായി 90% തുകയാണ് നൽകി വന്നിരുന്നത്. എന്നാൽ 2023 നവംബർ മാസം മുതൽ സപ്ലൈകോ ഗവൺമെന്റ് സാമ്പത്തിക സ്ഥിതി മൂലം ഞങ്ങളുടെ ബില്ലുകൾ പെൻഡിംഗ് ആക്കുകയും അത് തുടർന്ന് ഈ ഡിസംബർ വരെ വർക്ക് പൂർത്തിയാക്കിയപ്പോൾ ഞങ്ങളുടെ 3.5 മാസത്തെ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 3.5 മാസത്തെ ബില്ലുകൾ പെൻഡിംഗ് ആയി. ഞങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ കയറ്റിറക്ക് ചെയ്യുന്ന തൊഴിലാളികൾ, വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാര്, അതുപോലെ റേഷൻ കടകളിൽ ഇറക്കുന്ന തൊഴിലാളികൾ, ഇവർക്കൊക്കെ ഭീമമായ തുക നൽകേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് വർക്കായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. അതിനാൽ ഞങ്ങൾ ഈ ജനുവരി മാസം 1-ാം തീയതി മുതൽ വർക്കുകൾ നിർത്തിവെക്കുക ചെയ്തിരിക്കുന്നത്. ഗവൺമെന്റ് സാമ്പത്തിക സ്ഥിതി മൂലമാണ് ഞങ്ങൾക്ക് ക്യാഷ് കിട്ടാത്തതെന്നാണ് സപ്ലൈകോ അറിയിച്ചത്. സപ്ലൈകോക്ക് 200-300 കോടി രൂപയാണ്ട് ഗവൺമെന്റ് കൊടുക്കാനുണ്ട് ഈ റേഷൻ വിതരണം ചെയ്ത വകയിൽ. അതിൽ ഒരു 50 കോടി രൂപയാണ് കഴിഞ്ഞ ദിവസം അനുവദിച്ചു വന്നത്. ഈ 50 കോടി അനുവദിച്ചതിൽ ഞങ്ങൾക്ക് സെപ്റ്റംബർ മാസത്തെ ഒരു 40% തുക തരാനുണ്ടായിരുന്നു. 40% എന്ന് പറയുന്നത് എല്ലാ മാസം 10% തുക എല്ലാ മാസവും സപ്ലൈകോ എടുത്തു വയ്ക്കും. അത് ഓഡിറ്റ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് തിരിച്ച് ഞങ്ങൾക്ക് പേയ്മെന്റ് തരുന്നത്. പക്ഷെ 90%-ന്റെ 60% സപ്ലൈകോ കഴിഞ്ഞ നവംബറിൽ ഞങ്ങൾക്ക് പേയ്മെന്റ് തന്നിട്ടുള്ളൂ. സെപ്റ്റംബർ മാസത്തെ അന്നും 2 മാസത്തെ പൈസ പെൻഡിംഗ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഡിസംബർ വരെ ഞങ്ങൾ നടത്താമെന്ന് പറഞ്ഞു. ഡിസംബർ വരെ പൂർത്തിയാക്കി ഞങ്ങൾക്ക് പിന്നെ പേയ്മെന്റ് കിട്ടുന്ന ആവശ്യം വന്നിട്ടില്ല. ഇന്നലെ സെപ്റ്റംബർ മാസത്തെ ഒരു 40% തുക തന്നു. ചില ജില്ലകളിൽ ഒക്ടോബർ മാസത്തെ 90% തുക ഇന്ന് റിലീസ് ചെയ്തു. ഞങ്ങളുടെ ആവശ്യം നവംബർ മാസത്തെ 90% തുക കൊണ്ടുപോയി തന്നാൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം ഞങ്ങൾ ചെയ്യുന്ന വർക്കിന് 5% വരെ മാർജിനില്ല. അപ്പൊ ഓരോ മാസം 10% തുക സപ്ലൈകോയുടെ കൈ കിടക്കുകയാണ്. അത് ഞങ്ങൾ പുറത്ത് നിന്നും ഞങ്ങൾ റേസ് ചെയ്യുന്ന ഫണ്ടിന്റെ 5% വരെ എല്ലാ മാസവും സപ്ലൈകോയുടെ കയ്യിലാണ്. 2023 ജനുവരി മുതൽ ഓഡിറ്റിംഗ് പൂർത്തീകരിച്ച് നൽകിയിട്ടില്ല. അത് സപ്ലൈകോയുടെ ഭാഗത്തു നിന്ന് അംഗീകരിച്ചാണ്. ഉദ്യോഗസ്ഥർ കൃത്യമായ രീതിയിൽ അത് കൈകാര്യം ചെയ്യുന്നില്ല. റേഷൻ വിതരണം ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു എന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ ഞങ്ങൾക്ക് ഇത് നിലനിന്ന് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഞങ്ങൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നു. ഞങ്ങളെക്കാൾ ഉപരി ഗവൺമെന്റിനാണ് റേഷൻ വിതരണം കൃത്യമായി നടത്തണമെന്ന് ഗവൺമെന്റിനാണ് ആവശ്യം. ടെൻഡർ വിളിച്ചിരിക്കുന്നത് നമ്മൾ ബില്ലുകൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ OATയുടെ ലെറ്ററിന് 90% തരാനാണ്. ആയതിന്റെ അടിസ്ഥാനത്തിൽ നല്ല കോമ്പറ്റീഷൻ ഫീൽഡിൽ ചെറിയ നിസ്സാരമായ മാർജിനിൽ ആണ് ഞങ്ങൾ ഈ വർക്ക് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ആയതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് വർക്കായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത വലിയ ഒരു സാമ്പത്തിക ബാധ്യതയിൽ വന്ന് നിൽക്കുകയാണ്. തൊഴിലാളികൾക്ക് ഒന്നും ഞങ്ങൾക്ക് ഫണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല. ഈ ഫണ്ട് എല്ലാം ചെറിയ ചെറിയ തുകകളായിട്ട് എല്ലാം തൊഴിൽ മേഖലയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതായിട്ട് ബന്ധപ്പെട്ട് 10,000-10,000 തൊഴിലാളികൾ കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ തൊഴിലാളികൾക്കാണ് ഓരോ കോൺട്രാക്ടറെ കയ്യിൽ നിന്നും 1 ലക്ഷം രൂപ 100-150 തൊഴിലാളികൾക്ക് വീഴ്ചകളൊക്കെ ചെയ്യുന്നത്. സാമ്പത്തികപരമായിട്ട് എല്ലാ രീതിയിലും ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്തത് മൂലമാണ് ഞങ്ങൾ വർക്ക് നിർത്തിവെച്ചത്. അതിനിടെ റേഷൻ വ്യാപാരികളുടെ വേതനം കാലോചിതമായി പരിഷ്കരിക്കണം എന്ന ആവശ്യമുയർത്തി സംസ്ഥാനത്തെ റേഷൻ വിതരണക്കാരുടെ സംഘടനകൾ ഈ മാസം 27 മുതൽ അനിശ്ചിതകാല കടയടപ്പ് സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് MM സൈനുദ്ദീൻ കോഴിക്കോട്. കേരളത്തിലെ 14,142 റേഷൻ കടകളിലേക്കുള്ള വിതരണം മുഴുവൻ നിലച്ചിരിക്കുകയാണ്. ഗോഡൌണിൽ നിന്നും റേഷൻ കടകളിലേക്ക് റേഷൻ സാധനങ്ങൾ എത്തിക്കുന്ന വാതിൽപ്പടി കോൺട്രാക്ടർമാരാണ് സമരം ഇപ്പോൾ നടത്തുന്നത്. ഇന്നേക്ക് 16 ദിവസം കഴിഞ്ഞു. ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം. ഈ സമരം കാരണം പൊതുവിപണിയിൽ അരിവില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ
റേഷൻ വ്യാപാരികൾ ഈ മാസം 27-ാം തീയതി കടകൾ അടച്ച് സമരം നടത്തുന്നതിന് സമര നോട്ടീസ് സർക്കാരിന് കൊടുത്തു കഴിഞ്ഞു. റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക എന്നാണ് ഞങ്ങൾക്ക് ആദ്യമായി പറയാനുള്ളത്. അതിന് കാരണം ഈ റേഷൻ ഇ-പോസ് മിഷൻ വന്നതിന് ശേഷം അന്ന് പറഞ്ഞിരുന്നത് 6 മാസമായിരുന്നു. എന്നാൽ 6 കൊല്ലം കഴിഞ്ഞു, 7ാമത്തെ കൊല്ലത്തിലേക്ക് കടക്കുകയാണ്. കൂടാതെ പുതിയൊരു നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നുണ്ട്. ഡയറക്റ്റ് പേയ്മെന്റ് സിസ്റ്റം നടപ്പാക്കാനുള്ള ഈ കേന്ദ്ര നീക്കം ഉപേക്ഷിക്കുക. റേഷൻ വ്യാപാരികളുടെ ക്ഷേമനിധി ബോർഡ്, ആ ബോർഡ് റേഷൻ വ്യാപാരിക്ക് ഗുണകരമായ രീതിയിൽ സർക്കാരിന്റെ പങ്കാളിത്തത്തോട് കൂടി നടപ്പാക്കുക. റേഷൻ വിതരണം നടത്തി അതാത് മാസം തന്നെ റേഷൻ വ്യാപാരികൾക്ക് അതിന്റെ വേതനം കൊടുക്കാനുള്ള നടപടി സർക്കാർ ഉടനടി ഉണ്ടാക്കുക എന്നീ ആവശ്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ മുഴുവൻ റേഷൻ വ്യാപാരികളും അന്ന് അടച്ചിടുകയും സംഘടനകൾ ഒറ്റക്കെട്ടായിക്കൊണ്ട് കോർഡിനേഷൻ കമ്മിറ്റിയാണ് ഈ സമര നോട്ടീസ് കൊടുത്തതും കോർഡിനേഷൻ കമ്മിറ്റിയാണ് ഈ സമരത്തിന് പ്രഖ്യാപനം നടത്തിയതും. 27-ാം തീയതി കേരളത്തിലെ മുഴുവൻ കടകളും അടച്ചിട്ടുകൊണ്ട് സമരം നടത്തുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഭക്ഷ്യവസ്തുക്കൾ റേഷൻ കടകളിൽ എത്തിക്കുന്ന കരാറുകാർക്കുള്ള കുടിശ്ശിക കൊടുത്തു തീർക്കാനുള്ള നടപടികൾ കഴിഞ്ഞ ദിവസം വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗം കൈക്കൊണ്ടതായി വ്യക്തമാക്കുന്നു സപ്ലൈകോ ചെയർമാനും എംഡിയുമായ PB നൂഹ് IAS. നമ്മുടെ സെപ്റ്റംബറിലെ പകുതിയും ഒക്ടോബറിലെയും നവംബറിലെയും കാശാണ് കൊടുക്കാനുണ്ടായിരുന്നത്. ഡിസംബറിലെ ബില്ലുകൾ വരുന്നതേയുള്ളൂ. സാധാരണ ബില്ലുകൾ വരാനായിട്ട് മിനിമം ഒരു 10-20 ദിവസം എടുക്കും. അടുത്ത മാസത്തേക്ക്, അതായത് ജനുവരി 20 കഴിയുമ്പോഴേക്കുമാണ് ഡിസംബറിലെ ബില്ലുകൾ വരിക. നിലവില് സെപ്റ്റംബറിലെ കുറച്ച് കാശ് കൊടുക്കാനുണ്ട്. ആ ക്യാഷ് മുഴുവൻ കൊടുക്കാൻ പറ്റും. ഒക്ടോബറിലെ മൊത്തം കാശ് കൊടുക്കാൻ പറ്റും. നവംബറിലെ 50% വരെ കൊടുക്കാമെന്നുള്ളതാണ് മിനിസ്റ്റർ തലത്തിലെ മീറ്റിംഗിലെ ഒരു തീരുമാനം. ആ മീറ്റിംഗിലെ ഇവരുടെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു. അപ്പോ അതിനുശേഷം അവർ ആലോചിച്ചിട്ട് അറിയിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കൊരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഒന്നും കിട്ടിയിട്ടില്ല അതില്. ഇതിപ്പം നവംബർ പകുതി വരെ ആയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് 1.5 മാസത്തെ മാത്രമാണ്. 1.5 മാസത്തെ എന്ന് പറഞ്ഞാൽ റെഡി ബില്ലുള്ളത് 15 ഡേയ്സിന്റെ മാത്രമാണ് പെൻഡിംഗ് ഉണ്ടാവുക. ലോറി ഉടമകളും കരാറുകാരും തൊഴിലാളികളും റേഷൻ വിതരണക്കാരും സാമൂഹ്യ പ്രതിബദ്ധതയോടെ പൂർണ്ണമായി സഹകരിച്ചാൽ മാത്രമേ ഭക്ഷ്യധാന്യ വിതരണം സുഗമമായി നടത്താൻ സാധിക്കുകയുള്ളൂ. സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും കുടിശ്ശിക തീർത്ത് മുന്നോട്ടു പോകാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ബന്ധപ്പെട്ടവരുമായെല്ലാം ചർച്ച ചെയ്ത് സമരം ഒഴിവാക്കാനാകുമെന്നാണ് പ്രതീക്ഷ. സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ ശ്രദ്ധയോട്. പൊതുവിതരണ രംഗം കേരളത്തെ സംബന്ധിച്ച് ഇന്ത്യക്ക് മാതൃകയായിട്ടുള്ള ഒന്നാണ്. നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ കുടുംബങ്ങളെയും മുഴുവൻ വ്യക്തികളെയും പൊതുവിതരണ സംവിധാനത്തിനുള്ളിൽ എത്തിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ്. ഓരോ മാസവും 82-83 ലക്ഷത്തോളം കുടുംബങ്ങൾ റേഷൻ ഷോപ്പുകളിൽ നിന്നും ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങിപ്പോകുന്ന അനുഭവമാണ് കഴിഞ്ഞ 3.5 വർഷമായി എനിക്ക് പറയാൻ കഴിയുന്നത്. ഒരു മാസം പോലും കുറവ് വരാതെ എന്തെങ്കിലും തകരാറുകളോ എന്തെങ്കിലും മറ്റ് പ്രശ്നങ്ങളോ ഉണ്ടായാൽ പോലും ആ സമയം കൂടെ ചേർത്തുകൊണ്ട് അധികമായി അടുത്ത മാസം സമയം അനുവദിച്ച് ആളുകൾക്ക് ഭക്ഷ്യധാന്യം വാങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഗവൺമെന്റ് ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ മാസവും നല്ല തോതിൽ ആളുകളുടെ സാന്നിധ്യം നമുക്ക് റേഷൻ ഷോപ്പിൽ കാണാൻ കഴിയും. ജനങ്ങൾ മഹാഭൂരിപക്ഷം ബന്ധപ്പെടുന്ന ഒരു കേന്ദ്രവും വകുപ്പും എന്ന നിലയിൽ ഇതിനോടനുബന്ധിച്ച് നിൽക്കുന്ന ലോറി ഉടമകളാണെങ്കിലും റേഷൻ വിതരണക്കാരായിട്ടുള്ള ലൈസൻസുകളാണെങ്കിലും അതുപോലെ റേഷൻ സാധനങ്ങൾ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്ന തൊഴിലാളികളാണെങ്കിലും അവരെല്ലാം പൂർണ്ണമായും ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി സഹകരിച്ചാൽ മാത്രമേ നമുക്ക് സുഗമമായി ഭക്ഷ്യധാന്യ വിതരണം നടത്താൻ സാധിക്കുകയുള്ളൂ. ഗവൺമെന്റിന്റെ സാമ്പത്തിക പ്രയാസങ്ങൾ 1 മാസവും 1.5 മാസവും ചിലപ്പോൾ 2 മാസം വരെ അവരുടെ വേതനത്തിന്റെ കുടിശ്ശിക ഉണ്ടാകാറുണ്ട്. എന്നാൽ അത് നീണ്ടുപോകാതെ തന്നെ കൊടുത്തു തീർക്കുന്ന ഒരു നിലപാട് തന്നെ ഗവൺമെന്റ് സ്വീകരിക്കാറുണ്ട്. ഇതുവരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ 1 മാസത്തെ കുടിശ്ശികയ്ക്കപ്പുറം കുടിശ്ശിക വരുന്ന ഒരു സാഹചര്യം പരമാവധി ഒഴിവാക്കാനാണ് ഗവൺമെന്റ് പരിശ്രമിക്കാറുള്ളത്. എന്നാൽ റേഷൻ വ്യാപാരികൾ, ലൈസൻസുകളായിട്ടുള്ള ആളുകൾ, അവർക്ക് വേതനം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. ഇന്നത്തെ സാമ്പത്തിക അവസ്ഥയിലുള്ള പ്രയാസങ്ങൾ അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റ് ആനുകൂല്യങ്ങൾ നൽകുന്ന കാര്യത്തിൽ ഗവൺമെന്റ് മുന്തിയ പരിഗണനയാണ് അവർക്ക് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ 27-ാം തീയതി മുതൽ 4 സംഘടനകൾ ഒന്നിച്ചും 1 സംഘടന ഒറ്റയ്ക്കുമായി എനിക്ക് കടകൾ അടച്ചിട്ട് സമരത്തിലേക്ക് പോകുന്ന നിവേദനം നൽകുകയുണ്ടായി.
ആ നിവേദനം ലഭിച്ചത് ഉടൻ തന്നെ അവരുമായി ചർച്ചയ്ക്കുള്ള തീയതി 20-ാം തീയതി നിശ്ചയിച്ച് അവരെ അറിയിക്കുകയുണ്ടായി. ചർച്ചയിലൂടെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പരിശ്രമമാണ് ഗവൺമെന്റ് നടത്തുന്നത്. ഗവൺമെന്റ് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ വിഭാഗവും ഒരുമിച്ച് നിന്നാൽ മാത്രമേ കേരളത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്കും ഭക്ഷ്യധാന്യം ഉറപ്പുവരുത്താൻ കൃത്യമായി എത്തിക്കാൻ കഴിയുകയുള്ളൂ. കേരളത്തിന് ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിനിടയിൽ എല്ലാവരുടെയും സഹകരണമാണ് ഗവൺമെന്റിന് വേണ്ടി എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സമരം ഒഴിവാക്കിയെടുക്കാനുള്ള ചർച്ചകൾ നടത്തി വിജയകരമാകുമെന്നുള്ള പ്രതീക്ഷയാണ് മന്ത്രി എന്ന നിലയ്ക്ക് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഇന്നത്തെ ശ്രദ്ധ ഇവിടെ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് സി മനോജ്. ആശയം നിർവഹണം സി കൃഷ്ണകുമാർ. ശ്രദ്ധ.